അപ്പോൾ അതേ ഇത് കണ്ടോ, നല്ല കാപ്പി 4 മണിക്ക് നല്ലൊരു ഫ്രഷ് കാപ്പി കുടിക്കുകയാണ്. ഈ കാപ്പി ഇന്ന് ഞാൻ തനിയെ കാപ്പിക്കുരു പൊട്ടിച്ച് വറുത്ത് പൊടിച്ചെടുത്ത കാപ്പിക്കുരുവാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവരൊക്കെ അന്നത്തെ കാലത്ത് അവരേത് രീതിയിൽ അന്ന് തൊണ്ട് വരെ വറുത്ത് പൊടിച്ച് കാപ്പി കുടിച്ച കാലമുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന രീതിയാണിത്. നമ്മുടെ കാപ്പിക്കുരുവും കാപ്പിത്തൊണ്ടും വറുത്ത് മിക്സ് ചെയ്ത് ഉള്ള കാപ്പിപ്പൊടി നല്ല ടേസ്റ്റാണ്, നല്ല ഒറിജിനൽ, ഒരു കെമിക്കലും ഇല്ലാത്ത കാപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ കാപ്പിക്കുരു ഞാൻ വേണ്ട നല്ലപോലെ വറക്കാൻ നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഉരുളി ഇട്ടിട്ടുണ്ട്. ഒരു കട്ടിയുള്ള അലുമിനിയം ഉരുളി വേണം. അപ്പോൾ വേണ്ട ഒരു പകുതി മുക്കാലും മൂത്തിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്തും അവരുടെ തലമുറകളിലൊക്കെ ഇങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ. കാപ്പിയുടെ തൊണ്ടുകൂടെ കൂട്ടി പൊടിച്ചായിരുന്നു കാപ്പിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കാപ്പിപ്പൊടി ഒരു പകുതിയോളം മൂപ്പായിട്ടുണ്ട്. കാരണം അതിൽ ശകലം താമസമുണ്ട് മൂക്കാനായിട്ട്. അതേണ്ട നമ്മുടെ കാപ്പിക്കുരു നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മുറത്തിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് കുറച്ച് തൊലിയൊക്കെ അടന്നു പോന്നിട്ടുണ്ട്. വേണ്ട ആ തൊലി നമുക്ക് ഒന്ന് മാറ്റി എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ കുരു നമുക്ക് മാറ്റി വേറെ പാത്രത്തിലിടാം. കാരണം നമ്മൾ തൊലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ആ കാപ്പിയുടെ കുരു നമുക്ക് ഇനിയും മൂക്കാനുണ്ട്. അത് നമുക്ക് ഇട്ട് മൂപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേണ്ട. ഞാനൊരല്പം കാപ്പിക്കുരുവേ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഒരലയിലൊന്നും ഇട്ടിങ്ങനെ പൊടിക്കാം. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വേണ്ട തൊണ്ടും കുരുവും വെവ്വേറെ നല്ലതുപോലെ കിട്ടുന്നുണ്ട്. തൊണ്ടാണ് കൂടുതൽ. അന്നത്തെ കാലം എന്ന് വെച്ചാൽ ഈ തൊലിയാണ് വെള്ളം തിളയ്ക്കുമ്പോൾ ഇട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയും കുരു കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ അതിനകത്തോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ. നമ്മുടെ തൊലി നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കുരു ഇനി ഒന്ന് കുറച്ചുകൂടി മൂക്കാനുണ്ട്. അതിന് വേണ്ടിയാണ് ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് കുരു ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിത് പണ്ടത്തെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ ഇപ്പം നമ്മുടെ ആ കുരുവും ഒരു മുക്കാല് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ വേണം, അത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ നല്ലപോലെ കരിയുന്ന ആ ചുവ വരും. വേണ്ട അത് നല്ലതുപോലെ ദേ കണ്ടോ. ഇനി ഇടയ്ക്ക് എന്നാലും ഉണ്ട് മൂക്കാനായിട്ട്. ഇത് അത് നമ്മുടെ തൊലിയാണ് കേട്ടോ. നമ്മൾ ബാക്കി വെച്ച ആ തൊലി ഇതിൻ്റെ കൂടെ ഇട്ട് വറക്കുകയാണ്. രണ്ടും കൂടി ഒന്നിച്ചിട്ട്. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ പഴയ കാലത്തെ ആ കാപ്പി കുടിക്കണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കും ആ രുചി ഒന്ന് അറിയണ്ടേ. പണ്ടത്തെ നമ്മുടെ തലമുറയിലെ കാപ്പിയുടെ രുചി നമുക്കും ഒന്ന് അറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാപ്പിക്കുരു ഇടുന്നത്, ഇങ്ങനെ ഇപ്പോൾ ചെയ്തത്. അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. കുറച്ചൊക്കെ കാപ്പിക്കുരു ഉള്ളെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യാം. നല്ല ടേസ്റ്റ്. നമുക്കതിനി ഇച്ചിരി ഉലുവയാണ് ഇടുന്നത്. അത് നമ്മുടെ പാകത്തിന്. ഒത്തിരി ഉലുവയൊന്നും ഇടലും നല്ല കണ്ടമാനം ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചുവ വരും. പിന്നെ ഒരല്പം ജീരകം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി ജീരകം ഇടരുത്. ഒരു അര സ്പൂണ് ജീരകമേ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതുകൂടി നമുക്കൊന്ന് ആ ഉലുവായും ജീരകവും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് ചൂടായി വരണം. നമ്മൾ തൊലിന്ന് വേദനിച്ച് നമ്മുടെ കുരുവും കൂടി ഒന്നിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. രണ്ടിൻ്റെ മൂപ്പ് ഒരുപോലെ ആകണം അതിന്. അപ്പം നമ്മുടെ തൊലി കരിഞ്ഞു പോവുകയും ചെയ്യരുത്, കുരുവും കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വേണ്ട കാപ്പിക്കുരു നന്നായിട്ട് തൊലിയും കാപ്പിക്കുരുവും കൂടി നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് വേണം ഇരിക്കാനായിട്ട്. കാരണം മൂത്ത് പോകരുത്. വേണ്ട ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് പൊടിച്ച് നമുക്കൊരു അരിപ്പ വെച്ച് നമുക്ക് അരിച്ച് എടുക്കണം. തീർത്ത് നൈസായിട്ടുള്ള പൊടി വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന തരങ്ങ് നമുക്ക് വീണ്ടും ഇതുപോലെ ഉരുളിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും നമുക്ക് പൊടിച്ച് അത് മുഴുവൻ അങ്ങനെ നമുക്ക് പൊടിച്ച് എടുക്കാം. വേണ്ട നമ്മുടെ കാപ്പിപ്പൊടി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ആ പഴമയുടെ രുചി നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കാപ്പിക്കുരുവൊക്കെ ഒരു ശകലമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. ചെയ്താൽ നമുക്ക് നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി എന്നൊക്കെ വെച്ചാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഇതൊക്കെ ആകുമ്പോൾ നല്ല ഒറിജിനൽ പൊടിയാണ്. അപ്പോൾ ഇതുപോലെ ശകലം കുരുവൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല കാപ്പിപ്പൊടി കിട്ടും. നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാം. കണ്ടോ നല്ല കാപ്പിപ്പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ആ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണേ. നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചി, നമ്മൾ ആ ജീരകത്തിൻ്റെ രുചിയും ആ ഉലുവയുടെ രുചിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ കാപ്പിയാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാപ്പി കുടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം.